അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. നമ്മുടെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇവിടെ സംസ്ഥാന സമ്മേളനം വരെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വെച്ചിരുന്നു. ഇപ്പോഴും അത് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും മറ്റ് ഇതുപോലുള്ള സിമിലറായ പാർട്ടികൾക്ക് യുവാക്കൾ ഇല്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല. പല ജില്ലാ കൗൺസിലുകളിലും കേരള കോൺഗ്രസ് എങ്ങനെ കൊണ്ടുവന്ന പല വിമർശനങ്ങളുണ്ട്. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി ഘട്ടത്തിൽ പരിധിയിലുള്ള സ്ഥാനം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് CPI ചോദ്യമുണ്ട്. അങ്ങനെ ഔദ്യോഗികമായ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. എവിടെയെങ്കിലും മാധ്യമങ്ങൾ പറയുന്ന വാർത്തകളല്ലേ അത്? അല്ല, ഞാൻ പറയട്ടെ, അത് എവിടെയെങ്കിലും ഔദ്യോഗികമായി അവർ പറയട്ടെ, അതോടെ അതിന് മറുപടി പറയാം. അതാരാ? അതിനുള്ള ഉത്തരം ഞാനിവിടെ നിൽപ്പുണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രധാനമായും നമുക്കറിയാം, ഒന്ന്, നമ്മുടെ ഇപ്പോൾ പാർലമെന്റ് തുടങ്ങാൻ പോകുന്നു. ഇവിടെ രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ട്. ആ രാജ്യത്ത് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ട്. നിങ്ങളിപ്പോൾ യുവാക്കളുടെ പറ്റി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടാണ്. എനിക്ക് തോന്നുന്നു അതായിരുന്നു മാധ്യമങ്ങൾ ചോദിക്കേണ്ട ചോദ്യവും. നമുക്കറിയാം, ഇന്ന് ഏത് കോമ്പറ്റീറ്റീവ് എക്സാം, ദേശീയ തലത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിലും അത് ഇപ്പോൾ സിവിൽ സർവീസ് ആകട്ടെ, നീറ്റിൻ്റെ ആകട്ടെ, നെറ്റിൻ്റെ ആകട്ടെ, അവിടെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് ആ പരീക്ഷ എഴുതുന്നത്. പക്ഷെ ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ അത് ലീക്ക് ചെയ്യുന്നു, അത് ചോരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അതൊരു ദേശീയ തലത്തിൽ, ഞാൻ പറയും, അത് ദേശീയ തലത്തിലൊരു ദുരന്തമായിട്ട് കാണുകയാണ്. ഇതൊരു സമഗ്രമായ ഒരു അന്വേഷണം ഇതിനാവശ്യമാണ്. മാത്രമല്ല, ദേശീയ തലത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ, അപ്പോൾ മണിപ്പൂരിൽ ഒരു ദുരന്തമുണ്ടായി. ദേശീയ തലത്തിൽ 24 ലക്ഷത്തോളം വരുന്ന യുവാക്കൾ എഴുതിയ ഒരു പരീക്ഷയിൽ വാസ്തവത്തിൽ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പോകും, എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്യുന്നത്, പ്രധാനമന്ത്രിയെങ്കിലും എന്തെങ്കിലും ഉത്തരം പറയണ്ടേ? മൗനം പാലിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും ഏതൊരു തരത്തിൽ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെയായിട്ട് ബന്ധപ്പെട്ടു. ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത് ഏറ്റവും സാക്ഷരതയുള്ള പ്രദേശം എന്ന് പറയുന്ന കേരള സംസ്ഥാനം. പക്ഷേ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ബീഹാറും UP-യിലും അവിടെയൊക്കെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു സമഗ്രമായ അന്വേഷണം വേണം. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഭാവിയിൽ ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസ് നടക്കുമ്പോൾ ഒരു സുതാര്യമായ അതിന്റെ സിസ്റ്റം കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. കോട്ടയത്ത് നിന്ന് ഒരു കേന്ദ്രമന്ത്രി കൂടെ വന്നിരിക്കുകയാണ്. ചില പ്രത്യേക ഉദ്ദേശത്തിലൊക്കെയാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയെന്നാണ് പറയുന്നത്. അല്ല, കേന്ദ്രമന്ത്രിമാര് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ കോട്ടയത്തിൽ നിന്നും കൂടുതൽ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഒന്നിച്ചു നിന്ന് തീർച്ചയായും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോട്ടയത്തിന്റെ വികസനം നടത്തുന്നത് ഏറ്റവും നല്ല. അതിനകത്തൊരു രാഷ്ട്രീയമില്ല. പക്ഷേ പണ്ടും കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത്രയും നല്ല കാര്യമല്ല.